ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും രമ്യാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വളരെ സ്വാദിഷ്ടവും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി ചെറുപയർ മുളപ്പിച്ചുകൊണ്ടുള്ള റെസിപ്പിയാണ് കൂട്ടുകാരെ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് പോകാം വീഡിയോയിലേക്ക്. അതിനായിട്ട് നമ്മൾ ചെറുപയർ ഇവിടെ വെള്ളത്തിൽ കുതിർത്താൻ വച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു 10 മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർക്കുക. അതായത് ഇപ്പോൾ രാവിലെ കുതിർത്തിട്ട് രാത്രി ഒരു 10 മണിയായപ്പോഴാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ടത് നമുക്കൊരു അരിപ്പ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ പിറ്റേ ദിവസം ഉച്ചയായപ്പോഴത്തേക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതല്ല ഇനിയിപ്പോൾ വൈകുന്നേരം ആണെങ്കിൽ കുറച്ചും കൂടെ മുളച്ച് വരും കേട്ടോ. അപ്പോൾ വൈകുന്നേരം എടുക്കണമെങ്കിൽ അങ്ങനെ എടുത്താൽ മതി. ഞാനിപ്പോൾ ഉച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ചെറുപയർ മുളപ്പിച്ചതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടി, ഉപ്പും വേവാൻ ആവശ്യമായ പാകത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ അടച്ചു വെച്ചു. ഇനി നമുക്കത് അവിടെ ഇരുന്ന് വേവട്ടെ. പെട്ടെന്ന് തന്നെ വേവിട്ടോ കൂട്ടുകാരെ, നമ്മൾ മുളപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ. അപ്പോൾ ഇനി നമുക്ക് അതിനായിട്ട് ഒരു 5 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പിരിയൻ മുളക് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് പൊട്ടിച്ചു, പിന്നെ 2 പാറ്റൽ മുളക് ഇട്ട് കൊടുത്തു. അപ്പം നമ്മൾ ഈ ചതച്ച് വെച്ചതുണ്ടല്ലോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് അത് നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഈ പിരിയൻ മുളക് ക്രഷ് ചെയ്ത് വെച്ചത് അതും ചേർത്ത് കൊടുത്തു. ഇനി അത് നന്നായിട്ട് മൂത്ത് വരട്ടെ. അതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് എല്ലാം നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇനി നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ചെറുപയർ മുളപ്പിച്ചത് വേവിച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ കൂട്ടുകാരെ. ഇത് ചേർത്തില്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, കൂട്ടുകാർക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് കട്ടൻ ചായയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിക്കും ചോറിനൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ കൂട്ടുകാരെ. പിന്നെ ചെറുപയർ മുളപ്പിച്ചതിൻ്റെ ഗുണങ്ങൾ കൂട്ടുകാർക്ക് അറിയാലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ കൂട്ടുകാരെ. പ്രോട്ടീനും ഫൈബറും ഒക്കെ ഹൈ റിച്ചാണ് കേട്ടോ കൂട്ടുകാരെ മുളപ്പിച്ച് പയർ വർഗ്ഗങ്ങളിൽ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.